ഇപ്പം ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് ക്ലബിനോട് ഇങ്ങനെ ആയിരിക്കുന്ന കാലത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ഗാലറിയിൽ പോയി സപ്പോർട്ട് ചെയ്യരുത് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം ഓരോ ക്ലബിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ഗാലറിയിലെത്തി കളി കാണുക എന്നുള്ളത് നമ്മളുടെ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകർ മാനേജ്മെൻറ്റിനെ എത്ര വെറുത്താലും കളി കാണാൻ ഗാലറിയിലേക്ക് എത്തുമായിരുന്നു. അപ്പം തോൽവി നേരിടുമ്പോഴും ടീമിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രതിഷേധിക്കാൻ കുറേ അധികം മാർഗ്ഗങ്ങളുണ്ട്. ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണേഴ്സിൻ്റെ മാഗ്നം കൺസോർഷ്യത്തിൻ്റെ കീഴിലുള്ള കുറച്ച് സാധനങ്ങളെ നമ്മൾ ആർഡൻ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം റാഡ്നികി ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന അവരുടെ മറ്റൊരു വോളിബോൾ ക്ലബിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വളരെ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ക്ലബ്ബ് എന്ന നിലയിൽ ആ ടീമിൻ്റെ മത്സരം കളി കാണാൻ ടിക്കറ്റ് എടുത്ത് പോയ ആളുകളുണ്ട്. അവരെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്ത ആളുകളുണ്ട്. എന്തിനു നമ്മൾ അതിനെയൊക്കെ ഫോളോ ചെയ്യണം? ഈ ഏട്ടായിയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബ്ലാസ്റ്റേഴ്സിൻ്റെ സിസ്റ്റർ ക്ലബ്ബൊന്നും അല്ലല്ലോ. ഈ ഒരു ക്ലബിൻ്റെ സിസ്റ്റർ ക്ലബ്ബൊന്നും അല്ല. നാളെ ഈ ഒരു ഓണർ ഈ ഒരു ക്ലബിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴും ആ ഒരു ഓണറിൻ്റെ മറ്റൊരു വെഞ്ചർ അവിടെ പോയി സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. പിന്നെ മറ്റൊരു സാധനം, തമിഴ് തലൈവാസ് എന്ന് പറയുന്ന ഒരു ക്ലബിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രദർ ക്ലബ് എന്ന നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോ കബഡി ലീഗിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രോ കബഡി ലീഗിൽ അവർ ആ ഒരു ക്ലബിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീൻസ് ഇൻ ടേംസ് ഓഫ് എമൗണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലും നല്ല ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു ക്ലബിലേക്ക് വിന്നിംഗ് മെൻറ്റാലിറ്റി ഉള്ള പ്ലേയേഴ്സിനെയും താരങ്ങളെയും പരിശീലകരെയും കൊണ്ടുവരാൻ എടുക്കുന്ന ഒരു എഫർട്ട് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ഫുട്ബോൾ ക്ലബ്ബ് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ എടുക്കുന്നില്ല. മിഖായൽ സ്റ്റഹറെ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് മത്സരങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. നമ്മളെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന ചിപ്സ് തുടങ്ങിയ സാധനങ്ങളല്ലോ, ചിപ്സ്, ടിഷ്യൂ, ഗോലി സോഡ, പിന്നെ അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ വാങ്ങിക്കരുത്. പറ്റുവാണെങ്കിൽ ഇതൊക്കെ ബോയ്ക്കോട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പ്രതിഷേധം അറിയും. കാരണം ഈ ഒരു ആരാധകരുടെ ലോയൽറ്റിയെ കച്ചവടം ചെയ്യാൻ, അല്ലെങ്കിൽ ലോയൽറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ലോയൽറ്റിയെ ചൂഷണം ചെയ്യാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മളിങ്ങനെ ആർഡൻ്റായിട്ട് സപ്പോർട്ട് ചെയ്യും. ബ്ലാസ്റ്റേഴ്സ് പൊന്മുട്ടയിടുന്ന ഒരു താറാവാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്നാലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സേഫ് ഒരു ഓപ്ഷൻ. അതുകൊണ്ട് ഇവർ ക്ലബിനെ വേറെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിക്ക് വിറ്റ് നൽകും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, വിൽക്കത്തില്ല. കാരണം ലോങ് റണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അവർക്ക് ഇങ്ങനെ ലാഭം കറന്നെടുക്കാൻ പറ്റും, പിഴിഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. സോ വിറ്റിട്ട് പോകത്തൊന്നുമില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. വിറ്റിട്ട് പോയാൽ അത്രയും സന്തോഷമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം പ്രൈസ് കിട്ടത്തില്ല, വേറെ ആരും ഏറ്റെടുക്കില്ല എന്നൊക്കെ പറയുന്നത് ആബ്സല്യൂട്ട് റബ്ബിഷ്നെസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരും ഏറ്റെടുക്കില്ല എന്ന് പറയുമ്പം ആ കോവിഡ് ടൈമിൽ ഏറ്റെടുക്കാൻ വന്ന ടീമിനോട് ആ സീസൺ കഴിഞ്ഞപ്പം പ്രൈസ് കൂട്ടി ചോദിച്ച ടീംസാണ് ഇവിടെ ഉള്ളത്. സോ ഇത് പൊന്മുട്ടയിടുന്ന താറാവായതുകൊണ്ട് ഡീലാവുന്ന എമൗണ്ടിനെക്കാട്ടി കൂടുതൽ ചോദിച്ച് പിന്നെ ഒരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേക്ക് പ്രൊവിഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും വന്ന് വാങ്ങിക്കാൻ പോകുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും ഒരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്, അത് ഉറപ്പാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് വെച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നറിയാം. ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് വെച്ച് നല്ല വന്ന ബിസിനസ് നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. സോ പൊന്മുട്ടയിടുന്ന താറാവിനെ അവർ കൊല്ലില്ല, പക്ഷേ കൊല്ലാതെ കൊന്ന് മറ്റേ ഈ ചോര വരുന്നിട വരെ പശുവിൻ്റെ പാല് വീഴുമെന്ന് പറയത്തില്ലേ, അമ്മാതിരി പരിപാടി ചെയ്യും. പശുവിന് പുല്ലും വൈക്കോലും ഒന്നും കൊടുക്കത്തില്ല. യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു കറവ പശുവാണ്. ഇപ്പം ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ ഗാലറിയിൽ സപ്പോർട്ട് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയില്ല, അത് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. തോൽവിയിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് ആരാധകർ തന്നെയാണ്. പക്ഷേ ഈ പ്രതിഷേധിക്കാനുള്ള അവസരത്തിനെ നമ്മൾ കളയരുത്. സോ നമ്മളുടെ വെച്ച് ഇപ്പോൾ റാഡ്നികി ബ്ലാസ്റ്റേഴ്സ് ആയാലും തമിഴ് തലൈവാസ് ആയാലും സോഷ്യൽ മീഡിയ ഫോളോവർഷിപ്പിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പിന്തുണ വളരെ വലുതാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരൻറ്റിൻ്റെ മക്കളാണ്, അല്ലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രദർ ക്ലബ്ബാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ സിസ്റ്റർ ക്ലബ്ബാണ്, മാങ്ങയാണ് തേങ്ങയാണെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നും അല്ലല്ലോ. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണേഴ്സായിട്ടുള്ള മാഗ്നം കൺസോർഷ്യത്തിൻ്റെ മറ്റ് ബിസിനസ് സംരംഭങ്ങൾ, അതിനും കൊടുത്തുകൊണ്ടിരിക്കുന്ന നിർവ്യാജമായിട്ടുള്ള പിന്തുണ അങ്ങ് പിൻവലിച്ചാൽ മതി. എന്നിട്ട് ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, പക്ഷേ കച്ചവടം ചെയ്യാൻ അനുവദിക്കരുത്, പ്രോഡക്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി.
ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്ന ഒരു പ്രതിഷേധ മാർഗം. അല്ലാതെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഫാൻസിനെ പോലെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഇറങ്ങാനുള്ള ഗട്ട്സ് തൽക്കാലം നമ്മളെ കൊണ്ട് ഇല്ല. സോ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ.